ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്രദമായിട്ടുള്ള ഒന്നാണ്. എത്ര ഇടിഞ്ഞു കുത്തി പെയ്യുന്ന പെരുമഴയത്തും നമുക്ക് മല്ലിയും മുളകും കഴുകി ഉണക്കി പൊടിച്ചെടുക്കാം നിമിഷ നേരം കൊണ്ട് തന്നെ. സാധാരണ നമുക്ക് മല്ലിയും മുളകുമൊക്കെ ഉണക്കി പൊടിച്ചെടുക്കണമെങ്കിൽ മിനിമം ഒരു 3-4 ദിവസമെങ്കിലും വേണ്ടി വരാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടു നോക്കൂ, തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ലല്ലോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കഴുകി ഉണക്കി പൊടിച്ചെടുക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ കാശ്മീരി മുളകും അതുപോലെ തന്നെ 1/2 കിലോയുടെ സാദാ മുളകുമാണ്. ഇങ്ങനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ കറികൾക്കൊക്കെ അത്യാവശ്യം നല്ല എരിവും കിട്ടും, ഒപ്പം തന്നെ നല്ല കളറും കിട്ടും. ഇനി നമുക്ക് മുളകെല്ലാം തന്നെ ഒരു ബക്കറ്റിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലൊന്ന് കഴുകിയെടുക്കണം. ഞെട്ടോട് കൂടി തന്നെയാണ് നമ്മൾ കഴുകിയെടുക്കുന്നത്, ഇല്ലെങ്കിൽ ഉള്ളിലേക്ക് വെള്ളം കയറാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം നമുക്ക് ഒരുപാട് ടൈമൊന്നും വെള്ളത്തിൽ കുതിർത്ത് വെക്കേണ്ട ആവശ്യമില്ല. അത് ഇതുപോലൊന്ന് വെള്ളത്തിലിട്ട് നല്ലതുപോലെ കഴുകിയതിന് ശേഷം ഒരു അരിപ്പയിലേക്ക് മാറ്റി കൊടുക്കണം, അധികമായിട്ടുള്ള വെള്ളമൊക്കെ ഒന്ന് പോർന്ന് കിട്ടാനായിട്ട്. ഈ ഒരു രീതിയിൽ നമുക്ക് എത്ര കിലോ മുളകും മല്ലിയും വേണമെങ്കിലും നിമിഷ നേരം കൊണ്ട് തന്നെ കഴുകി ഉണക്കി പൊടിച്ചെടുക്കാനായിട്ട് കഴിയും. ഇപ്പം ഞാൻ കഴുകിയെടുത്ത മുളകുകളൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഈ ഒരു രീതിയിൽ നമുക്ക് 1-2 പ്രാവശ്യം വെള്ളം ഒഴിച്ചിട്ട് കഴുകിയെടുക്കാം. മുളകിലായാലും മല്ലിയിലായാലും നല്ല പോലെ തന്നെ അഴുക്കുകൾ ഉണ്ടാവും. നമ്മളിങ്ങനെ കഴുകിയെടുക്കുമ്പോൾ നല്ല വൃത്തിയായിട്ടുള്ള മുളകും മല്ലിപ്പൊടിയൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയും. അപ്പം നമ്മൾ കഴുകിയെടുത്ത മുളകാണിത്. ഇനി നമ്മളിതൊന്ന് ഉണക്കിയെടുക്കാനായിട്ട് പോകുന്നു. ഉണക്കിയെടുക്കാനായിട്ട് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് കോട്ടൻ്റെ ഒരു തുണിയാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഡബിൾ മുണ്ടാണ്. മുണ്ടിന് പകരം നമുക്ക് ബെഡ്ഷീറ്റോ അതല്ലാന്നുണ്ടെങ്കിൽ കോട്ടൻ്റെ സാരിയോ ആയാലും മതി. ഇനി നമ്മൾ കഴുകിയെടുത്തിട്ടുള്ള മുളക് ഈ ഒരു മുണ്ടിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പം നമ്മൾ മുളക് ചെയ്തെടുക്കുന്ന സെയിം രീതിയിൽ തന്നെ നമുക്ക് മല്ലിയും ചെയ്തെടുക്കാവുന്നതാണ്. വീഡിയോയ്ക്ക് ലെന്ത് കൂടണ്ടെന്ന് വിചാരിച്ച് മാത്രമാണ് ഞാൻ മുളക് മാത്രം കാണിക്കുന്നത്. ഇനി നമുക്ക് മുണ്ടിൻ്റെ 4 സൈഡും നല്ലതുപോലെ പിടിച്ച് കൂട്ടിയൊന്ന് കെട്ടണം, ഒരു കിഴി കെട്ടിയെടുക്കുന്ന രീതിയിൽ. അത്യാവശ്യം നല്ല ടൈറ്റായിട്ട് വേണം കെട്ടിയെടുക്കാനായിട്ട്. നമ്മൾ ഉള്ളിലുള്ള മുളകൊന്നും പുറത്തു പോകരുത്, ആ രീതിയിൽ വേണം കെട്ടിയെടുക്കാൻ. ഞാൻ മുണ്ടിൻ്റെ തന്നെ ഒരു ഭാഗം ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ കെട്ടിയെടുക്കുന്നത്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു അത്ഭുതം തോന്നുന്നുണ്ടാവും അല്ലേ, ഞാൻ കഴുകിയെടുത്ത മുളക് എന്തിനാണ് ഇങ്ങനെ കിഴി രൂപത്തിൽ കെട്ടിയെടുക്കുന്നത് എന്നുള്ളത്. ഈ ഒരു ടെക്നിക്ക് വളരെ പുതിയതാണ്, നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പ്രത്യേകിച്ചും മഴ സമയങ്ങളിലൊക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ മുളകും മല്ലിയൊക്കെ പെട്ടെന്ന് ഉണക്കിയെടുക്കാനായിട്ട് കഴിയും. ഈ ഒരു രീതിയിലാണ് ഇപ്പം നമ്മൾ കെട്ടിയെടുത്തിരിക്കുന്നത്. ഇനി നമ്മളിത് ഉണക്കിയെടുക്കാനായിട്ട് വാഷിംഗ് മെഷീനിലാണ് വെച്ച് കൊടുക്കുന്നത്. എൻ്റെ വാഷിംഗ് മെഷീൻ വന്നിട്ട് ഓട്ടോമാറ്റിക്കാണ്, അതുകൊണ്ട് തന്നെ ഒരൊറ്റ പോർഷൻ മാത്രമാണുള്ളത് വാഷ് ചെയ്യാനും ഡ്രൈ ചെയ്യാനുമായിട്ട്. അതിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം 10 മിനിറ്റ് നമ്മളൊന്ന് ഡ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി, നമ്മുടെ മുളക് നല്ല പോലെ ഉണങ്ങിക്കിട്ടും. അത് ഞാനൊരു 5 മിനിറ്റാണ് ഉണക്കിയെടുക്കുന്നത്. അതിനുശേഷം ഉണങ്ങിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കൂടി ഒന്ന് ഉണക്കിയെടുക്കാം. ഇത് കാണുമ്പോൾ നിങ്ങളിൽ ചിലരെങ്കിലും വിചാരിക്കും വാഷിംഗ് മെഷീനിനുള്ളിൽ ഒരുപാട് ബാക്ടീരിയയും ഫംഗസും ഒക്കെ ഉണ്ടാകും, നമ്മൾ കഴിക്കുന്ന ഫുഡല്ലേ, ഇതിലെങ്ങനെ നമ്മൾ ഉണക്കിയെടുക്കുക എന്നുള്ളത്. അതിനാണ് നമ്മൾ നല്ല കട്ടിയുള്ള മുണ്ടിനുള്ളിൽ കെട്ടി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനുള്ളിലേക്ക് ബാക്ടീരിയകളൊന്നും പോകാനുള്ള ചാൻസ് വളരെ കുറവാണ്. മാത്രമല്ല നമ്മൾ ഇതിനുള്ളിൽ ഒരുപാട് ടൈം വെച്ചിരിക്കുന്നതുമില്ല, വെച്ചുടനെ ഒരു 5 മിനിറ്റ് കൊണ്ട് ഉണക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ചിലർക്ക് തോന്നാം നമ്മൾ മുളക് ഇതിനുള്ളിൽ ഉണക്കിയെടുത്താൽ വീണ്ടും നമ്മളിതിൽ ഡ്രസ്സ് കഴുകുമ്പോഴും നമ്മുടെ ഡ്രസ്സിനുള്ളിലേക്ക് ആ മുളകിൻ്റെ ഒരു ക്രാണനൊക്കെ വരുമോ എന്നുള്ളത്. അതിനായിട്ടുമുള്ളൊരു സൊല്യൂഷൻ ഞാൻ വീഡിയോയുടെ അവസാനം കാണിക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ മുളക് ഉണക്കിയതിന് ശേഷം എങ്ങനെയാണ് നമ്മുടെ വാഷിംഗ് മെഷീന് വൃത്തിയാക്കിയെടുക്കേണ്ടതെന്ന്. ഇനി നിങ്ങളുടേത് സെമി ഓട്ടോമാറ്റിക് ആണെന്നുണ്ടെങ്കിൽ അതിനുള്ളിൽ 2 പോർഷൻ കാണും, ഒന്ന് വാഷ് ചെയ്യുന്നതും ഡ്രൈ ചെയ്യുന്നതുമായിട്ട്. അതിൽ ഡ്രൈ ചെയ്യുന്ന പോർഷനിലിട്ടിട്ട് വേണം ഈ ഒരു രീതിയിൽ നമ്മൾ ഉണക്കിയെടുക്കാനായിട്ട്. ഇപ്പം ഞാൻ ഒരു 5 മിനിറ്റ് മാത്രമാണ് നമ്മുടെ മുളക് ഉണക്കി എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് എടുത്തിട്ട് തുറന്ന് നോക്കാം നമ്മുടെ മുളക് എത്രത്തോളം ഉണങ്ങി കിട്ടിയിട്ടുണ്ട് എന്നുള്ളത്. തുറന്ന് നോക്കുമ്പം ഉണങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 5 മിനിറ്റ് കൂടി ഇതേ രീതിയിൽ കിഴി കെട്ടി വാഷിംഗ് മെഷീനിലിട്ടിട്ട് ഒന്ന് ഉണക്കിയെടുത്താൽ മതി. ഇപ്പം നമ്മുടെ മുളക് നല്ലതുപോലെ തന്നെ ഉണങ്ങി വന്നിട്ടുണ്ട്. നോക്കിക്കേ, വെള്ളമയമൊന്നുമില്ലാതെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്.
ഈ ഒരു ടെക്നിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായില്ലേ? ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പറയാനായിട്ട് മറക്കരുതേ. ഇനി നമ്മൾ വാഷിംഗ് മെഷീൻ എങ്ങനെയാണ് ക്ലീൻ ചെയ്തെടുക്കുന്നത് എന്ന് കൂടി നോക്കാം. അതിനായിട്ട് ആദ്യം നമുക്ക് വാഷിംഗ് മെഷീനുള്ളിൽ വെള്ളം നിറച്ച് കൊടുക്കണം. വെള്ളം നിറച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ കഴുകാൻ ഉപയോഗിക്കുന്ന ഡിറ്റർജൻറ്റിൻ്റെ പൗഡർ കുറച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് വിനെഗറാണ്. ഇത് രണ്ടും കൂടെ ഒഴിച്ചതിന് ശേഷം നമുക്ക് 1-2 പ്രാവശ്യം വാഷിംഗ് മെഷീൻ ഒന്ന് ഓടിച്ചതിന് ശേഷം ആ വെള്ളം കളഞ്ഞെടുത്താൽ മാത്രം മതി. പിന്നീട് നമ്മൾ ഇതിനുള്ളിൽ ഡ്രസ്സ് വാഷ് ചെയ്തെടുക്കുകയാണെങ്കിൽ മുളകിൻ്റെ ഒരു സ്മെല്ലോ ക്രാണനോ ഒന്നും തന്നെ കാണുകയില്ല. നമുക്ക് ധൈര്യമായിട്ട് വീണ്ടും ഈ വാഷിംഗ് മെഷീനിൽ തന്നെ നമുക്ക് ഡ്രസ്സ് വാഷ് ചെയ്തെടുക്കാവുന്നതാണ്. ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് മല്ലിയും കഴുകി ഉണക്കിയെടുക്കാനായിട്ട് കഴിയും. ഇനി നമുക്ക് കഴുകി ഉണക്കിയെടുത്ത മുളക് പൊടിക്കുന്നതിന് മുമ്പ് ഇതുപോലെ ഒരു പാത്രത്തിലിട്ടിട്ട് ഒന്ന് ചൂടാക്കിയും കൂടി എടുക്കുകയാണെങ്കിൽ എത്ര കാലം കഴിഞ്ഞാലും നല്ല ഫ്രഷ് ആയിട്ട് ഒട്ടും തന്നെ പൂപ്പലോ ഒന്നും ഉണ്ടാകാതെ നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് കഴിയും. ഇതില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്ത് വെയിലത്തിട്ടൊരു അരമണിക്കൂർ ഒന്ന് വെയിൽ കായ്ച്ചെടുത്താലും മതി. വെയിലത്ത് വെക്കുന്നതിലും ഇതാണ് എളുപ്പം കേട്ടോ. ഒരു 2-3 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഈ ഒരു രീതിയിൽ മുളക് ചൂടാക്കി എടുത്തിട്ട് പൊടിക്കാവുന്നതാണ്. ഇപ്പം ഞാൻ വാഷിംഗ് മെഷീനിലിട്ട് ഉണക്കിയെടുത്ത മുളക് മില്ലിൽ കൊടുത്ത് പൊടിപ്പിച്ചെടുത്തതാണ്. പൊടിപ്പിച്ചതിന് ശേഷം ഇതുപോലെ ന്യൂസ് പേപ്പറിൽ നല്ലതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെച്ച് അതിൻ്റെ ചൂടൊക്കെ ആറിയതിന് ശേഷം വേണം നമ്മൾ സ്റ്റോർ ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. പ്രത്യേകിച്ചും ഈ മഴ സമയത്ത് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കില്ലല്ലോ. ഒപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുന്ന ടൈമിൽ ഓൾ എന്ന ഓപ്ഷൻ തീർച്ചയായിട്ടും പ്രസ് ചെയ്യണം. അപ്പോൾ മാത്രമാണ് ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. എന്നാൽ മാത്രമാണ് ഇത്തരത്തിലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും ടേക്ക് കെയർ. ബൈ ബൈ.